ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യൂണിഫോം നിക്കറിൻ്റെ കട്ടിംഗ് ആയിരുന്നു കാണിച്ചിരുന്നത്. നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കട്ടിംഗ് വീഡിയോയും കൂടി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് നമ്മുടെ ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ ആ പോക്കറ്റിൻ്റെ ഭാഗം വരച്ചിരിക്കുന്നില്ലേ ക്രോസ് ആയിട്ട്, അത് നമുക്ക് രണ്ട് വശത്തേക്കും കൂടി അങ്ങ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പോക്കറ്റിൻ്റെ പീസുകളും കൂടി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. പോക്കറ്റിൻ്റെ പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഫ്രണ്ട് പാർട്ടും കൂടി കറക്റ്റായിട്ട് ചേർത്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. ഇതേപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ ആ ക്രോസിന് വരച്ചിട്ടില്ലേ, അത് നമ്മൾ അതുവഴി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. ഓക്കെ, ഒരു പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത പാർട്ടും ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകാതെ കറക്റ്റായിട്ട് തന്നെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഭാഗത്ത് വരച്ചെടുക്കുക. കറക്റ്റായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ പോക്കറ്റിൻ്റെ ആ ഭാഗം കറക്റ്റായിട്ട് പോക്കറ്റിൻ്റെ പീസും നമ്മുടെ മെയിൻ പീസുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 4 ഇഞ്ച് നിർത്തിയതിന് ശേഷം ബാക്കി അങ്ങ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് അങ്ങോട്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് പതിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, കറക്റ്റായിട്ട് പിടിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, അടുത്തത് നമ്മളിതേപോലെ 4 ഇഞ്ച് നിർത്തിയിട്ട് കട്ട് ചെയ്ത് കളയുക. പതിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ഒരേപോലെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോക്കറ്റിൻ്റെ ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ല, തിരിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ മെയിൻ പീസ് ഇങ്ങനെ ഒന്ന് മടക്കുക. പോക്കറ്റിൻ്റെ പീസ് ഇതേപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അടിവശത്ത് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാകും. അതുപോലെ ഡീറ്റെയിൽഡായിട്ടാണ് ഞാൻ കുറച്ച് സമയം എടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പോക്കറ്റ് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അടിഭാഗം പോക്കറ്റിൻ്റെ പീസും കൂടി ചേർത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മുകൾ ഭാഗവും അതുപോലെ തന്നെ വെച്ചിട്ട് ഒരു ചെറിയ സ്റ്റിച്ച് കൊടുക്കാം. ഓക്കെ, നമ്മുടെ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അടുത്ത പാർട്ട് നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് മെയിൻ പാർട്ട് ഇതേപോലെ ഒന്ന് മടക്കുക. എന്നിട്ട് നമ്മുടെ പോക്കറ്റിൻ്റെ പീസ് ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഒരു അടിവശത്ത് ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അത് മറിച്ചിട്ടതിന് ശേഷം ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പീസിൽ ചെയ്തതുപോലെ തന്നെ പോക്കറ്റിൻ്റെ ഭാഗം ഇതേപോലെ ചേർത്തൊന്നടിക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അടിച്ചെടുക്കുക. മുകൾ ഭാഗവും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് പോക്കറ്റ് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗം എത്രയാണ് വേണ്ടത്? 22ൻ്റെ 4 5.5 ഇഞ്ച്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് നമുക്ക് പ്ലീറ്റ്, 1 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ്. എന്നിട്ട് ബാലൻസ് നമുക്ക് എത്രയാണ് വരുന്നത് അത് നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം. 5.5 ഇഞ്ച്, 1 ഇഞ്ച് പ്ലീറ്റ്, 1 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത് കറക്റ്റായിട്ട് പിന്നെയും പറയുന്നത്. നമുക്ക് ബാക്കി പാർട്ട് ഇതേപോലെ ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്തിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, നമ്മൾ രണ്ട് ഭാഗവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം.
എക്സ്ട്രാ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയണം. ഓക്കെ, കറക്റ്റായിട്ട് കൊടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കളയാം. നമ്മുടെ വേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രം മതിയല്ലോ. വേസ്റ്റിൻ്റെ അളവും സ്റ്റിച്ചിങ് അലവൻസും നമുക്ക് ഒരു പ്ലേറ്റ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ അളവ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് 2 ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്ലൈക്ക് വേണ്ടിയുള്ള 2 പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു പീസ് ഒന്ന് മടക്കി എടുക്കുക, എന്നിട്ട് നമുക്ക് ക്രോസിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ മേൽഭാഗം ഒരു 1.5 ഇഞ്ചോളം നമുക്ക് വീതി വേണം. എന്നിട്ട് നമുക്ക് താഴേക്ക് വരുന്തോറും ഇതേപോലെ ഒന്ന് ക്രോസിൽ ഒന്ന് വീതി കുറച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 4 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കി പീസ് അങ്ങ് കട്ട് ചെയ്ത് കളയാം. നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 കട്ടുകളിട്ട് കൊടുക്കുക. എന്നിട്ട് അകം പുറം മറിച്ചെടുക്കുക. നമ്മൾ അകം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡിലേക്കും ഓരോ സ്റ്റിച്ച് കൊടുക്കാം. നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യേണ്ട പീസാണ്. നമ്മൾ അടുത്ത ഫ്ലൈക്ക് വേണ്ടിയിട്ടുള്ള ഒരു പീസും കൂടി സെറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇതേപോലെ കർവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 പീസാണ് എടുക്കേണ്ടത്. നമുക്കൊരു 4 ഇഞ്ചിലങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നമുക്ക് അകം തിരിച്ച് ഇതേപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. അടിയിൽ നമ്മൾ ഇതേപോലെ ഒരു കർവ് ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് പാർട്ടിലായിട്ട് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു മാർക്കിംഗ് കൊടുത്തിട്ടില്ലേ, ആ മാർക്കിങ്ങിൻ്റെ അടിയിലേക്ക് ഒരു 1/2 ഇഞ്ച് അടിയിലേക്ക് വെച്ചിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത ഓർമ്മയില്ലേ, അത് അവിടേക്ക് നമുക്ക് ഇതേപോലെ നല്ല വശത്തേക്ക് വെച്ചിട്ട് വേണം, ഒരു 1/2 ഇഞ്ച് താഴേക്ക് വെച്ചിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. കാലിച്ച് നമുക്കിതങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് ഇതേപോലെ നഖം കൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ടോപ്പ് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സിബ് അറ്റാച്ച് ചെയ്തെടുക്കേണ്ട ഭാഗം നമ്മളൊരു മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്കൊരു ചെറിയ ഒരു പോയിൻറ്റിൽ ഒരു ചെറിയൊരു കട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ നമുക്കിനി സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം അടിച്ചതില്ലേ, ആ ഭാഗത്തേക്ക് കട്ട് ചെയ്തടിച്ച ഭാഗത്തേക്ക് നമുക്ക് ഇതേപോലെ സിബ് വെച്ച് കൊടുക്കണം. ഓക്കെ, റണ്ണർ താഴേക്ക് ആക്കിയിട്ട് ഇതേപോലെ വെച്ചിട്ട് നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഫ്രണ്ട് പാർട്ടിലേക്ക് വെച്ചിട്ട് അതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമ്മളൊരു പോയിൻറ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, ഇതേപോലെ വെച്ചിട്ട് നമ്മൾ താഴെ അടിവശത്ത് കൊടുത്തിരിക്കുന്ന മാർക്ക് കറക്റ്റാണോ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. 2 വശത്തേക്ക് മാർക്കിങ് കറക്റ്റായിട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു പോയിൻറ്റ് ഉള്ളിലേക്കൊന്ന് മടക്കി ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ,
നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കിയാൽ മതി, പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഓക്കെ, നമ്മൾ സിബ് ഒരു ഭാഗത്ത് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത പാർട്ട് എടുക്കാം. ഇതേപോലെ നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. നമ്മുടെ സിബിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് വരുന്ന രീതിയിലാണ് നമ്മുടെ അടുത്ത പീസ് വെച്ച് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിങ്ങനെയൊന്ന് സ്റ്റിച്ച് കൊടുക്കാം. നമ്മൾ ആ നമ്മൾ സിബ് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു 1/4 ഇഞ്ച് മുകളിൽ നിന്ന് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാമെങ്കിൽ എളുപ്പമായിരിക്കും. ഒരു 1/4 ഇഞ്ച് മുകളിൽ നിന്ന് തുടങ്ങണം. ഓക്കെ, പോയിൻറ്റുകൾ കറക്റ്റാണോ നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ആദ്യമേ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. കറക്റ്റാണോ നോക്കിയിട്ട് നമുക്ക് അടുത്ത സ്റ്റിച്ചും കൂടി കൊടുക്കാം. നമുക്ക് കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഫ്രണ്ട് പാർട്ട് കറക്റ്റായിട്ട് ലെവലിന് വന്നിട്ടുണ്ട്. നമുക്ക് അടിവശത്തേക്കും കറക്റ്റായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് സിബ് അടുത്ത വശത്തേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇതേപോലെയാണ് നമുക്ക് സിബ് ഇരിക്കേണ്ടത്. സിബിൻ്റെ മുകൾ വശത്തുകൂടി വേണം നമ്മൾ അടുത്ത പീസ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത്. മുകൾ വശത്ത് അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് കാണിച്ചു തരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടോ, ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ അടിയിലത്തെ ആ പീസ് ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, സിബിൻ്റെ അടുത്ത ഭാഗത്തേക്ക് അറ്റാച്ച് ചെയ്തെടുക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് അങ്ങ് അറ്റാച്ച് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു ഷേപ്പിലൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. നമ്മൾ ഒരു ഫ്ലൈ അടിച്ചെടുത്തിട്ടില്ലായിരുന്നു, ആ ഷേപ്പിൽ വേണം നമുക്ക് ആ സ്റ്റിച്ച് കൊടുക്കാനായിട്ട്. ആ കർവിൽ അതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക. നമ്മൾ ബാൻഡിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ആ സിബിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയത്തുള്ളൂ. ഓക്കെ, നമുക്ക് ബാൻഡ് അറ്റാച്ച് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ നമുക്ക് 2 പ്ലീറ്റുകൾ ഓരോ ഇഞ്ച് വീതം നമ്മൾ പ്ലീറ്റിന് വിട്ടിട്ടില്ലേ, ആ ഭാഗം നമുക്ക് പ്ലീറ്റ് അടിച്ചെടുക്കാം. ഓക്കെ, പ്ലീറ്റ് നമ്മൾ 1 ഇഞ്ചിൻ്റെ പ്ലീറ്റ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഒരു ഭാഗത്ത്. അടുത്ത ഭാഗത്തും കൂടി നമുക്ക് അതേപോലെ പ്ലീറ്റ് സെറ്റ് ചെയ്തെടുക്കാം. രണ്ട് പ്ലേറ്റുകളും കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാൻഡ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നമുക്ക് ലൂപ്പ് വയ്ക്കേണ്ട കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു 1/4 ഇഞ്ചോ 1 ഇഞ്ച് വേണ്ട, ഒരു 1/4 ഇഞ്ചിൽ ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. 2 ഭാഗത്ത് ഉരുട്ടി അടിച്ചെടുക്കുക. ഓക്കെ, നിങ്ങൾ ലൂപ്പ് തയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ള രീതിയിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. 2 വശവും ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഉരുട്ടി അടിച്ചെടുക്കുക. നല്ല ഭംഗിയായിരിക്കും, ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 ഇഞ്ച് നീളത്തിൽ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഒരു 5 ലൂപ്പ് നമുക്ക് വേണ്ടി വരും. നമ്മളിതാണ്ട് കട്ട് ചെയ്ത ബാൻഡ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ലൂപ്പ് വയ്ക്കേണ്ട ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്.
ഓക്കെ, നമ്മൾ തയ്യൽ തുമ്പിന് വിട്ടിരിക്കുന്ന 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രണ്ട് ഭാഗത്തുനിന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ലൂപ്പ് വയ്ക്കേണ്ട ഭാഗം വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ ലൂപ്പ് അടിയിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. ഓക്കെ, ഒരു ഭാഗത്ത് ബാൻഡ് നമ്മൾ വെച്ചിട്ടുണ്ട്, ലൂപ്പും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അടുത്ത പാർട്ടിലും കൂടി നമുക്ക് ബാൻഡ് വെച്ചെടുക്കാം. ഇവിടെ എക്സ്ട്രാ ബാൻഡ് വരുന്ന ഭാഗമാണ്, അതുകൊണ്ട് ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, കറക്റ്റായിട്ട് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് വരിക. നമുക്ക് അടുത്ത ലൂപ്പ് വയ്ക്കേണ്ട ഭാഗമാണ്, അവിടെ നമുക്ക് ലൂപ്പ് വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് ലൂപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സിബിൻ്റെ ഭാഗം എക്സ്ട്രാ വന്നിട്ടില്ലേ, അവിടെ നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഹുക്കുമായി വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ റണ്ണർ മുകളിലേക്കാക്കി കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കൊരു മാർക്കിങ് കൊടുക്കാം. 2 ആയി പിടിപ്പിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ഭാഗത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐ സെറ്റ് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. രണ്ടും പ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടിവശത്തേക്ക് നമുക്കതിൻ്റെ ലോക്ക് വെച്ച് കൊടുക്കുക. ലോക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഹാർഡായിട്ടുള്ള ഭാഗമാണ് ഇവിടെ, കൈ കൊള്ളാതെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഒന്ന് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആ ഹോളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ലോക്ക് ചെയ്യുക. നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ബാൻഡ് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക, എന്നിട്ട് മറിച്ചിട്ടെടുക്കുക. കറക്റ്റായിട്ട് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. ആ കോർണർ കറക്റ്റ് ഷേപ്പിൽ കിട്ടത്തക്ക രീതിയിൽ കുത്തിയെടുക്കുക. നമ്മുടെ ലൂപ്പിൻ്റെ ഭാഗം ഒരു 1/2 ഇഞ്ച് അടിയിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ബാൻഡ് സ്റ്റിച്ച് ചെയ്യുന്ന വരുന്ന സമയത്ത് നമ്മുടെ ലൂപ്പും സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ്.
ലൂപ്പ് വയ്ക്കേണ്ട ഭാഗം വരുമ്പോൾ അത് മടക്കി ഒരു അര ഇഞ്ച് മടക്കി ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. കണ്ടില്ലേ, നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ലൂപ്പും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഹുക്ക് വയ്ക്കുന്ന ഭാഗം കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഹുക്ക് നമ്മൾ വയ്ക്കുന്ന ഭാഗം ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് നമുക്ക് ഹുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അടുത്ത ഹുക്കും കൂടി ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ ഹുക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ലോക്കും കൂടി കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആക്കിയിട്ട് ലോക്ക് ചെയ്ത് വയ്ക്കുക. ഹുക്ക് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തിരിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ കോർണറൊക്കെ അതിൻ്റെ ഷേപ്പിൽ റെഡിയാക്കി എടുക്കുക. എന്നിട്ട് തയ്യൽ തുമ്പൊക്കെ അകത്തേക്കാക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. അതുപോലെ തന്നെ കറക്റ്റായിട്ട് മുകൾ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൂപ്പ് കറക്റ്റായിട്ട് പിടിച്ച് വെച്ചിട്ട് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. കറക്റ്റായിട്ട് നമ്മൾ ഹുക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ നിക്കറിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ ഏകദേശം സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഹുക്കും എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. നമുക്കിനി ബാക്ക് പാർട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ബാക്കും ഫ്രണ്ടും കൂടി അറ്റാച്ച് ചെയ്യാനായിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ബോട്ടം ഭാഗത്ത് നിന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. കറക്റ്റായിട്ട് പിടിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുക്കാം. നമ്മുടെ തയ്യൽ തുമ്പ് ബാക്ക് പാർട്ടിലേക്ക് ആക്കിയിട്ട് വേണം ഇതുപോലെ പതിച്ചെടുക്കാനായിട്ട്. നമ്മുടെ പോക്കറ്റിൻ്റെ എൻഡ് ഭാഗത്ത് വരുമ്പോൾ ഇതുപോലെ ഒന്ന് ക്രോസിലൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം പതിച്ചെടുക്കാനായിട്ട്. ഓക്കെ, ആദ്യത്തെ പാർട്ട് സ്റ്റിച്ച് ചെയ്ത സമയത്ത് വീഡിയോയിൽ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഒന്നുകൂടി പറയുന്നത്. കറക്റ്റായിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ കറക്റ്റ് ലെങ്ത് കൊടുത്തിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അടിവശം കൂടി അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ 2 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അത് 2 ഇഞ്ച് ഫുള്ളായിട്ടൊന്ന് മടക്കി നഖം കൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. പ്രസ് ചെയ്തെടുത്തിട്ട് ഒരു അര ഇഞ്ചോളം ഉള്ളിലേക്ക് മടക്കിയിട്ട് ബോട്ടം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ,
കറക്റ്റായിട്ട് വെച്ചങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഓക്കെ, നമ്മുടെ ബോട്ടം ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പാർട്ട് തമ്മിൽ ഇതേപോലെ ക്രോച്ചേരിയകൾ തമ്മിലൊന്ന് പിടിച്ച് ആ റേഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ആ റേഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനായിട്ട് ഇതേപോലെ നമ്മുടെ ബാൻഡ് സെറ്റ് ചെയ്ത് അവസാനിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് ഇതേപോലെ 2 ഭാഗത്തേക്കും വെച്ചിട്ട് ഇലാസ്റ്റിക് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കേട്ടോ, ഇലാസ്റ്റിക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകൾ ഭാഗം ഒരു 1/2 ഇഞ്ച് നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1.5 ഇഞ്ചിൽ ഇതേപോലെ മടക്കിയിട്ട് കറക്റ്റായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇതേപോലെ തയ്യൽ തുമ്പൊക്കെ വെളിയിൽ കാണാത്ത രീതിയിൽ ഉള്ളിലേക്ക് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇലാസ്റ്റിക്കിലേക്ക് സ്റ്റിച്ച് കൊള്ളാതെ ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് അടുത്ത ബാൻഡ് സെറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് ഇലാസ്റ്റിക് നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട്. ഈ ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ ഒന്ന് കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമുക്ക് ആ സെൻറ്റർ ഭാഗത്തൊരു ലോങ് സ്റ്റിച്ച് ഇടാം. നമ്മൾ ഇലാസ്റ്റിക്കിലേക്ക് 2 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തതിന് ശേഷം നമുക്കങ്ങ് ലോങ് സ്റ്റിച്ച് ഇട്ടത് പൊട്ടിച്ച് കളയാം. ഓക്കെ, സെൻറ്റർ ഭാഗത്ത് 2 സ്റ്റിച്ച് ഇട്ട് നമുക്ക് വലിച്ച് പിടിച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇലാസ്റ്റിക്കിലേക്ക് 2 സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. 1.5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണെങ്കിൽ നിങ്ങൾ 3 സ്റ്റിച്ച് കൊടുക്കാം. ഓക്കെ, കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. തിരിച്ചിട്ടിട്ട് കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ ഇലാസ്റ്റിക്കിന് 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 3 ലൂപ്പ് കൂടി വെച്ച് കൊടുക്കണം. ഒന്ന് സെൻറ്റർ ഭാഗത്തായിട്ടും ഒന്ന് ബാൻഡ് അവസാനിച്ചിട്ട് ഇലാസ്റ്റിക് തുടങ്ങുന്ന ആ ഭാഗത്തായിട്ടും കൂടി രണ്ട് സൈഡിലായിട്ട് 2 എണ്ണം വെച്ച് കൊടുക്കാം. സെൻറ്ററിലായിട്ട് ഒരെണ്ണം കൂടി വെച്ച് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓളെന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് മറന്നു പോകരുത്. നമ്മൾ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. പ്ലീസ് ലൈക്ക് ചെയ്തിട്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ആവശ്യപ്പെട്ടുള്ള വീഡിയോ ഇനിയും അപ്ലോഡ് ചെയ്യാനുണ്ട്. താമസിയാതെ തന്നെ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ തിരക്ക് കാരണമാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് സമയം കിട്ടാത്തത്. എല്ലാവരും സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. കമൻറ്റുകളൊക്കെ അറിയിക്കാനായിട്ട് മറന്നു പോകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് എന്തായാലും കമൻറ്റ് ചെയ്തേച്ചാൽ മതി, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ 3 ലൂപ്പും കൂടി ബാക്ക് വശത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ യൂണിഫോം നിക്കറിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു. നിങ്ങളെല്ലാവരും സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് വീഡിയോയിൽ എല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെയായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. നമുക്ക് മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.